ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുന്നവർക്ക് എപ്പോഴും അവിടുന്ന് താങ്ങും തണലുമായി കൂടെയുണ്ടാകും. ഒത്തിരി പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയുമാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ പ്രാർത്ഥനയിലൂടെ ദൈവം തൻ്റെ അത്ഭുത കരങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെ മേലും സ്പർശിക്കും. അവിടുന്ന് ഇന്ന് നിങ്ങൾക്ക് സൗഖ്യം നൽകും. നമ്മുടെ കുടുംബത്തിൽ ഇന്ന് കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി, അവിടുത്തെ കരം നമ്മുടെ മേൽ വെച്ച് സകല പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും കർത്താവ് തന്നെ നമ്മെ രക്ഷിക്കും. നമുക്കെതിരെയുള്ള ശത്രുദോഷങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ കർത്താവ് ഇന്ന് നമ്മെ ശക്തിപ്പെടുത്തും, നമ്മെ സംരക്ഷിക്കും. നമുക്ക് അറിയാത്ത മേഖലയിൽ പോലും മറഞ്ഞിരിക്കുന്ന ദുഷ്ടാരൂപികളുടെ പ്രവർത്തനത്തിൽ നിന്നും കർത്താവ് അത്ഭുതകരമായി ഇന്ന് നിങ്ങളെ വിടുവിക്കും. നമ്മുടെ വിശ്വാസം കർത്താവിൽ മാത്രമായിരിക്കട്ടെ. മറ്റെന്ത് പ്രതിസന്ധികൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും നിങ്ങൾ അതിലല്ല വിശ്വസിക്കേണ്ടത്, കർത്താവിൽ മാത്രമാണ്. എന്നാൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും സധൈര്യം അതിനെ നേരിടാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. എന്തെന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. ശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? ഇന്ന് നമ്മുടെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളുടെ ലഹരി ഉപയോഗം, മദ്യപാനത്തിനും മറ്റ് ആസക്തികൾക്കും അടിമകളായിട്ടുണ്ട് എങ്കിൽ ഇന്ന് കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തിക്ക് അതിനെ വിടുവിക്കാൻ സാധിക്കും. എന്നാൽ ദൈവസ്നേഹം ഈ ലോകത്തിൽ മറ്റെല്ലാ സുഖങ്ങളെക്കാളിലും മറ്റെല്ലാ വശ്യകരമായ കാര്യങ്ങളെക്കാളും ദൈവസ്നേഹം അത്രമാത്രം ശക്തിയുള്ളതാണ്, ആഴമേറിയതാണ്. കർത്താവിൻ്റെ അനന്തമായ സ്നേഹം, ആ സ്നേഹത്താൽ നാം ഓരോരുത്തരും നിറയുന്നതിനും ദൈവമഹത്വം ഇന്ന് നമ്മിൽ കാണപ്പെടുന്നതിനും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെയുണ്ടാകുന്നതിനും നിങ്ങൾക്കു വേണ്ടി ഇന്ന് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തു തരുന്നതിനും വേണ്ടി നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവം ഇന്ന് അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. വിശ്വസിക്കുക, കർത്താവ് നേരത്തെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഓരോ ദൈവവചനത്തിലൂടെയും നിങ്ങൾ ശക്തി പ്രാപിക്കുന്നുണ്ട്. ഓരോ ദൈവവചനത്തിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ പലതും സാധ്യമാകുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെ എല്ലാ കാര്യങ്ങളും നേടാൻ സാധിക്കും. അതിനാൽ നിങ്ങൾ ഭയപ്പെടരുത്, വിഷമിക്കരുത്. നിങ്ങളെ അലട്ടുന്ന ഏതു പ്രശ്നങ്ങൾക്കും പ്രതിവിധി പ്രാർത്ഥനയാണ്. അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയോടൊപ്പം നിങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഹൃദയം തുറക്കുക. തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് കർത്താവിൽ ഉത്തരമുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് സഹായം ചെയ്യും. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച്, കർത്താവെ, ശത്രുകരങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ രക്ഷിക്കണമേ എന്ന് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 40, 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ. എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. എൻ്റെ കാഴ്ച നഷ്ടപ്പെടത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു. അവ എൻ്റെ തലമുടി ഇഴകളേക്കാൾ അധികമാണ്.
എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു. കർത്താവേ, എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. എനിക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ. ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ചു പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. എൻ്റെ ദൈവമേ, വൈകരുതേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം നിന്റെ അത്ഭുത കരങ്ങൾ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ എൻ്റെ കർത്താവെ, സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ. ഞങ്ങൾക്ക് നേരെയുള്ള ഓരോ വെല്ലുവിളികളെ ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കൾ, ജീവിത പങ്കാളി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മദ്യപാനത്തിനും ലഹരിയുടെ ഉപയോഗത്തിനും അടിമകളായിരിക്കുമ്പോൾ എൻ്റെ കർത്താവെ, നിന്റെ ദൈവസ്നേഹം, നിന്റെ അനന്തമായ സ്നേഹം അവരുടെ അന്തരാത്മാവിൽ നിറയ്ക്കണമേ. എന്നാൽ ദൈവസ്നേഹത്തിനപ്പുറമായി മറ്റൊരു ശക്തിയും ഈ ലോകത്തിലില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അശ്ലീല കാര്യങ്ങൾക്കും ലൗകികതയ്ക്കും അടിമപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ അത്ഭുത കരം ഇന്നവരെ തൊടണമേ. ദൈവശക്തിക്ക് അതീതമായി മറ്റൊരു ശക്തിയില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. ദൈവസ്നേഹത്തിനപ്പുറമായി മറ്റൊരു ശക്തിയും ഈ ലോകത്തിലില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണമേ. എൻ്റെ ദൈവമേ, അനുഗ്രഹിക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എൻ്റെ കർത്താവായ ദൈവമേ, ഈ ദിവസം ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ടു പോയ എല്ലാവരെയും സമർപ്പിക്കുന്നു. മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയവരെ സമർപ്പിക്കുന്നു. അവരുടെ നിരാശ എടുത്തു മാറ്റി കർത്താവെ, ദുഷ്ടക്കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നിന്റെ രക്ഷാകരമായ കരം കൊണ്ട് നീ സുഖപ്പെടുത്തണമേ, രക്ഷിക്കണമേ, വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവെ, നിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കാതിരിക്കുകയില്ല. എൻ്റെ ദൈവമേ, നിന്റെ ചെവിക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നു, നീ അതിനുത്തരം നൽകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക്, ജീവിത പങ്കാളിക്ക്, ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾക്ക് മയക്കുമരുന്നിൽ നിന്നോ മദ്യപാനത്തിൽ നിന്നോ പുകവലിയിൽ നിന്നോ മറ്റശ്ലീല കാര്യങ്ങളിൽ നിന്നോ ലോകത്തിൻ്റെ വശീകരണ ശക്തികളിൽ നിന്നും സ്വയമേ പുറത്തു വരാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവശക്തിക്ക് അവിടെ കടന്നു ചെന്ന് അവരെ രക്ഷിക്കാൻ സാധിക്കും. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ അത്ഭുത സ്നേഹം ഈ മക്കളെ തേടിയെത്തി. ഇന്ന് തന്നെ നിന്റെ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. നിന്റെ ശക്തിയിൽ അവരെ വിടുവിക്കണമേ. കർത്താവേ, തിന്മയുടെ കൂട്ടുകെട്ടുകളിൽ നിന്നും ദുഷ്ടരുടെ കൂട്ടുകെട്ടുകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ, ജീവിത പങ്കാളിയെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിനക്കെല്ലാം സാധ്യമാണ്. മനുഷ്യന് സാധ്യം ദൈവത്തിന് സാധ്യമാണ്. അതിനാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമകളാകാൻ ഇനി നീ അനുവദിക്കരുതേ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവരായി മാറും എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവർ നിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ,
ദൈവസ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികളിൽ നിന്ന്, പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്ന് ഇന്ന് നിൻ്റെ ശക്തി ഞങ്ങളെ വിടുവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവശക്തി, ദൈവസ്നേഹം വ്യാപരിക്കട്ടെ. അവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകട്ടെ. സകല ലൗകിക വശീകരണങ്ങളിൽ നിന്നും, അടിമത്തങ്ങളിൽ നിന്നും, മദ്യപാനത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, പുകവലിയിൽ നിന്നും, മറ്റ് വശീകൃതമായ എല്ലാ തിന്മയിൽ നിന്നും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും യേശുനാമത്തിൽ വിടുവിക്കപ്പെടട്ടെ, സൗഖ്യപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ രക്ഷയുടെ കരം ഇപ്പോൾ ഈ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് നിൻ്റെ രക്ഷാകര അനുഭവമുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ. നന്ദി നന്ദി നന്ദി. സ്തുതി, സ്തോത്രം, ആരാധന. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. മദ്യപാനത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, അശ്ലീലങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ എല്ലാ വശീകൃതമായ അഡിക്ഷൻസിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ കാത്തുകൊള്ളണമേ. നിൻ്റെ നീല മേലങ്കിയുടെ സംരക്ഷണം അവർക്കു മേലുണ്ടായി ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇന്ന് തന്നെ അവരിലേക്ക് വ്യാപരിക്കാൻ മാതാവേ നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ ദൈവാനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ. എല്ലാവിധ അശ്ലീലങ്ങളിൽ നിന്നും, അടിമത്തങ്ങളിൽ നിന്നും, പുകവലിയിൽ നിന്നും, മദ്യപാനത്തിൽ നിന്നും, ലഹരി മരുന്നുകളിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ കർത്താവിൻ്റെ അത്ഭുത കരം രക്ഷിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി, സ്നേഹം ഈ മക്കളുടെ മേൽ ധാരാളമായി ഉണ്ടായി ഒരിക്കലും ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുപോകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ സ്നേഹം ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ പിന്നെ ഈ ലോകത്തിൽ മറ്റൊരു ശക്തിക്കും അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അതിനാൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവസ്നേഹത്താൽ നിറയാൻ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് ആരൊക്കെ ലഹരി മരുന്നുകൾക്ക് അടിമകളാണോ, ആരൊക്കെ മദ്യാസക്തിയിൽ കഴിയുന്നോ, പുകവലിക്ക് അടിമപ്പെട്ടോ, എല്ലാ ചീത്ത കൂട്ടുകെട്ടുകൾക്ക് അടിമപ്പെട്ടോ, അവർക്കെല്ലാം ദൈവസ്നേഹം കൊണ്ട് നിറയാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ദൈവം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം ഇപ്പോൾ തന്നെ നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്.
ദൈവസ്നേഹം നിറയാൻ ഓരോ ദിവസവും രാത്രിയും പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവ് നമ്മുടെ മക്കളെ സ്വതന്ത്രരാക്കും, നമ്മുടെ പ്രിയപ്പെട്ടവരെ രക്ഷാകര ശക്തിയാൽ സ്വതന്ത്രരാക്കും. ഈ പ്രാർത്ഥന നമ്മുടെ മക്കളെപ്പോലെ മറ്റ് ലഹരി മരുന്നിന് അടിമകളായ മറ്റു മക്കൾക്കും ഇത് അയച്ചു കൊടുക്കുക. നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും, ഈ പ്രാർത്ഥന സഹായകരമെന്ന് തോന്നുന്ന എല്ലാവർക്കും നിങ്ങളിത് അയച്ചു കൊടുക്കുക. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.